നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഊട്ടക്ഷരങ്ങളുടെ ഒരു പുതിയ സംരംഭമായ ഊട്ടക്ഷരങ്ങൾ ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഈ പരിപാടിയിലൂടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കഥ, അതായത് നിങ്ങളിൽ ഒരുപാട് പേരുണ്ടാകാം, പലതരത്തിലുള്ള സക്സസ് സ്റ്റോറി ഉള്ളവർ, വലിയ വലിയ സ്റ്റേജുകൾ ലഭിക്കാത്ത പോയ ആളുകൾ, അങ്ങനെയുള്ളവർക്ക് ഒരു വേദി നൽകുക എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു വിജയവും ചെറുതല്ല, എല്ലാ വിജയവും അവരവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലുത് തന്നെയാണ്. അപ്പൊ അത്തരത്തിലുള്ള വിജയങ്ങളിൽ നിന്നായിരിക്കാം നമുക്ക് പലപ്പോഴും പ്രചോദനകരമായ എന്തെങ്കിലും ഒരു കാര്യം ലഭിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള വിജയികളെ, അത്തരത്തിലുള്ള കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ ഊട്ടക്ഷരങ്ങൾ ടോക്സ് എന്നുള്ള പരിപാടിയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ നിങ്ങളെ ഇങ്ങോട്ട് നോക്കുമ്പോഴാണോ കൂടുതൽ നല്ലത് അതോ ഇങ്ങോട്ട് നോക്കുമ്പോഴാണോ എന്ന് പറയണേ. ഇന്ന് നമ്മുടെ ആദ്യത്തെ അതിഥി എത്തിയിട്ടുണ്ട്. അതിഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയാണ്. ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ നടത്തുന്ന, സക്സസ്ഫുള്ളായി നടത്തുന്ന, അതും UAE പോലുള്ള ഒരു സ്ഥലത്ത് നടത്തുന്ന അഞ്ജലി തെക്കേപ്പാട്ടാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ അഞ്ജലിയെ ഞാൻ ഈ ഊട്ടക്ഷരങ്ങൾ ടോക്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം അഞ്ജലി. താങ്ക് യു പവിത്ര. അഞ്ജലിയുടെ സംരംഭം എന്ന് പറയുന്നത് ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോമാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉണ്ടെങ്കിലും ബേസിക്കലി ഒരു ഓൺലൈൻ ട്യൂഷൻ പ്ലാറ്റ്ഫോം. അപ്പോ അഞ്ജലി ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം, എന്നിട്ട് അഞ്ജലിയുടെ സംരംഭത്തെ കുറിച്ച് സംസാരിക്കാം. അപ്പോ അഞ്ജലി ഒന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എവിടെ നിന്നാണ്, നാട്ടിലെവിടെയാണ്, എന്തൊക്കെയാണ് ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻ ഞങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്? ഷുവർ. ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക് യു പവിത്ര. ആൻഡ് ഞാനിപ്പോ എന്റെ പേര് അഞ്ജലി. ഞാനിപ്പോ ഉള്ളത് UAE ഷാർജയിലാണ്. ഒരു 6 years ബാക്ക് ആണ് ഞാൻ സ്റ്റാൻഡ് ഔട്ട് ഓൺലൈൻ ട്യൂട്ടേഴ്സ് എന്നുള്ള ഈ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തത്. ആൻഡ് എന്റെ കരിയർ ആക്ച്വലി ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ആസ് എ റിസർച്ച് അസിസ്റ്റന്റ് ആണ്. ഞാനൊരു ബയോടെക്നോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. And I started my career as research assistant and I worked as research assistant for 2 years. അത് കഴിഞ്ഞിട്ട് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ഓൺ കോൺട്രാക്ട് ആയിരുന്നു. തൃശ്ശൂർ സെന്റ് മേരീസ് കോളേജിലായിരുന്നു. അവിടെ ഒരു 1 year വർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ UAEയിലേക്ക് മൂവ് ചെയ്യുന്നത്. UAEയിൽ എത്തിക്കഴിഞ്ഞപ്പോ ഇവിടെ എന്റെ ഒരു പാഷൻ എന്ന് വെച്ചാൽ ഐദർ റിസർച്ച് ഓർ ടീച്ചിങ് എന്നാണ് എനിക്ക് മുമ്പേ അറിയായിരുന്നു. ഇവിടെ എനിക്ക് വന്നിട്ട് ആദ്യമായിട്ട് കിട്ടിയ ജോബ് ടീച്ചിങ്ങിൽ തന്നെയായിരുന്നു. ഞാനിവിടെ ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ 10th 11th 12th സയൻസ് ടീച്ചറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ അവർ ഫോളോ ചെയ്തിരുന്ന കരിക്കുലം NIOS കരിക്കുലായിരുന്നു. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്, ആ ഒരു കരിക്കുലായിരുന്നു ഫോളോ ചെയ്തിരുന്നത്. അങ്ങനെ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മുടെ കോവിഡ് വരുന്നത്. അങ്ങനെ കോവിഡ് വന്നു, എല്ലാം ഷട്ട് ഡൗൺ ആയി, ലോക്ക്ഡൌൺ ആയി. നമ്മളൊരു കൺവെൻഷണൽ മെത്തേഡ്സ് നിന്ന് മാറി ഒരു ഓൺലൈൻ ടീച്ചിങ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. എല്ലാ ക്ലാസ്സസും ഓൺലൈൻ ആക്കി. അപ്പോൾ എനിക്ക് ഓൺലൈൻ ക്ലാസ്സസ് തന്നെയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ എഡ്യൂക്കേഷൻ ഫീൽഡിലുള്ള തന്നെ എൻ്റെ ഒരു ഫ്രണ്ട്, ആളുടെ അറിയുന്ന ഒരു കുട്ടിക്ക് 10th ഒരു കുട്ടിയാണ്. അപ്പൊ അവനിങ്ങനെ ഒരു സപ്പോർട്ട് വേണം, ക്ലാസ് എടുക്കുമ്പോൾ ഓൺലൈൻ ഗ്രൂപ്പ് ക്ലാസ്സസ് ആകുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നില്ല, അപ്പോ എന്നോട് എടുത്തു കൊടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോ അങ്ങനെയാണ് ഞാൻ ഈ ഓൺലൈൻ ഇത് തുടങ്ങിയത്. ആക്ച്വലി ആ കുട്ടിയാണ് എൻ്റെ ആദ്യത്തെ സ്റ്റുഡന്റ്. അങ്ങനെ പിന്നെ അവന് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഒരാളിന്ന് അവന്റെ ഫ്രണ്ട്സ് വഴി, എനിക്ക് ഇപ്പോഴും വരുന്ന എൻക്വയറീസ് മുഴുവൻ ഈ ഒരു മൗത്ത് പബ്ലിസിറ്റി വഴി, റെഫറൻസ് വഴി വരുന്ന എൻക്വയറീസ് ആണ് ഇപ്പോഴും എനിക്ക് കൂടുതൽ. അങ്ങനെ ഒരു കുട്ടി എന്നുള്ളത് അവന്റെ ക്ലാസ്സിലെ തന്നെ ഒരു 10 കുട്ടികൾ വരെയായി. അപ്പോ ഞാൻ ഓൾമോസ്റ്റ് ഞാൻ വർക്കിംഗ് കൂടിയാണ്. അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത്ര എൻക്വയറീസ് ആയപ്പോ ഞാൻ ഇങ്ങനെ തിങ്ക് ചെയ്യായിരുന്നു. അപ്പൊ തന്നെ എന്റെ കൊളീഗ്സ് ഉണ്ടായിരുന്നു, സെന്റ് മേരീസിൽ എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എന്റെ കൊളീഗ്സ് ഉണ്ട്. പിന്നെ എന്നെ ഈ ഫീൽഡിലുള്ള കുറച്ച് വേറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ഡിസ്കസ് ചെയ്തപ്പോ വൈ കാൺ വി സ്റ്റാർട്ട് ലൈക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമുക്ക് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പൊ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത എൻക്വയറീസ് ആൻഡ് ടോപ്പിക്സ് ഒക്കെ വേറെ ആർക്ക് ഹാൻഡിൽ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോഴാണ്. ഒരു 2020 ഓഗസ്റ്റിലാണ് നമ്മുടെ സ്റ്റാർട്ടിങ്. അപ്പോൾ ആദ്യത്തെ ഒരു എന്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാര് എന്റെ കൊളീഗ്സ് അവരെ തന്നെയായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് വന്നു. പിന്നെ നമ്മൾ കൂടുതൽ റിക്രൂട്ട് ചെയ്തു. അങ്ങനെ ഇപ്പോ ഞാനൊരാളായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പൊ നമുക്ക് അറൌണ്ട് ഒരു 25-30 ടീച്ചേഴ്സ് ഉണ്ട് നമുക്ക്.
ഒരു 1000+ അലുമിനി ഉണ്ട്, കുട്ടികൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇപ്പൊ ഒരു 100+ കുട്ടികളുണ്ട്. അതും UAE മാത്രമല്ല, ഓൾ GCC, ഖത്തർ ഉണ്ട്, ഒമാൻ ഉണ്ട്, GCC കൺട്രീസ് ഉണ്ട്. പിന്നെ UK എന്നുള്ള കുട്ടികളുണ്ട്. ഈ ഇയർ നമുക്ക് UK എന്നുള്ള കുട്ടികളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. UK, ഓസ്ട്രേലിയ, അവിടെ നിന്നുള്ള കുട്ടികളെല്ലാം ഉണ്ട്. അപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഒരു 1 ചൈൽഡ് 1 ടീച്ചർ, ആ ഒരു മെത്തേഡാണ്. അങ്ങനെ. നാട്ടിൽ ഞാൻ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ ഗുരുവായൂർ അടുത്താണ് വീട്. ഒരു കോവിഡ് സംരംഭമാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ? കോവിഡ് സംരംഭമാണ്. സംരംഭമാണെന്ന് പറയാം. ടീച്ചിങ് എന്നുള്ളത് എപ്പോഴും ഒരു പ്രൊഫഷൻ എന്നതിനൊക്കെ അപ്പുറത്ത് അതൊരു വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓൺലൈൻ ടീച്ചിങ് എന്ന് പറയുമ്പോൾ നമുക്ക് വിദ്യാർത്ഥിയുമായിട്ട് വലിയൊരു എന്താ പറയാ, ഇത് കാണുന്ന പോലുള്ള ഒരു അടുത്തിരുന്ന് പഠിപ്പിക്കുന്നത് പോലുള്ള ഒരു എഫക്റ്റ് അല്ലല്ലോ സംഭവിക്കുന്നത്. അപ്പൊ ഓൺലൈൻ ടീച്ചിങ്ങിൽ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വെല്ലുവിളികളായിട്ട് തോന്നിയിട്ടുള്ളത്? ഒരു ഓഫ്ലൈൻ ടീച്ചറെക്കാൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു വെല്ലുവിളിയായി തോന്നിയത്? ഏറ്റവും ആദ്യത്തെ വെല്ലുവിളി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് ഹൈപ്പർ ആയിട്ടുള്ള കിഡ്സ് ഉണ്ടാവേ. അവർക്ക് ഈ ഒരു ഫോക്കസ് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു ടാസ്ക് ആണ്. അപ്പൊ അവരെ പിടിച്ചിരുത്താൻ പറ്റുന്ന എന്തെങ്കിലും എലമെന്റ് നമ്മുടെ അടുത്ത് വേണം. അവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു എലമെന്റ് നമ്മുടെ അടുത്ത് വേണം. സെയിം ടൈം നമ്മളോട് നമ്മുടെ പാരന്റ്സ് പറയും നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് നിൽക്കണം. അങ്ങനെ പറയുമെങ്കിലും നമ്മൾ സെയിം ടൈം അവരുടെ അടുത്തൊരു ഫ്രണ്ട് ആയിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ക്ലാസ് അവർക്കൊരു എൻജോയ് ചെയ്യാനോ അല്ലെങ്കിൽ ക്ലാസ്സിൽ ഇരിക്കാനോ അവർക്ക് തോന്നുള്ളൂ. അപ്പൊ ആ ഒരു എലമെന്റ് ആണ് അപ്പോഴും ഇപ്പോഴും ഭയങ്കര ഒരു ചാലഞ്ചിങ് ആയിട്ടുള്ളത്. കാരണം അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അവരെ പിടിച്ചിരുത്താൻ ഉള്ള ഒരു ഇത് നമുക്ക് വേണം. ആ ഒരു എലമെന്റ് ആണ് ഇപ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ളത്. അതിനുവേണ്ടി നമുക്ക് ഞാൻ വീഡിയോസ് ആഡ് ചെയ്യാറുണ്ട്, അനിമേഷൻ വീഡിയോസ് ആഡ് ചെയ്യാറുണ്ട്. പിന്നെ മിക്കവാറും ഒരു എന്താ പറയാ, ഞാൻ പറയാ അവർ ശ്രദ്ധിക്കുക എന്നുള്ളതിലും അതായിട്ട് ഫീഡ്ബാക്ക് എടുത്ത് എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിച്ച് അവരെയും കൂടി ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുള്ള ക്ലാസ്സസ് ആണ് കൂടുതലും നമ്മൾ ചെയ്യാറ്. അപ്പൊ പിന്നെ ഒരു റേഡിയോ പോലെ ഒരാൾ പറയാ മറ്റാൾ കേൾക്കുക, അങ്ങനെ ആകുമ്പോഴാണ് പിന്നെയും ഒരു ബോറടിക്കുക. അതുപോലെ തന്നെ ഇപ്പോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്താലും മാത്സ് ഒക്കെ ആയാലും ഇപ്പൊ കറക്റ്റ് ചെയ്യാൻ വേണ്ടി അപ്പൊ തന്നെ അവരോട് ഫോട്ടോ എടുത്ത് അയക്കാൻ പറയാറുണ്ട്, അല്ലെങ്കിൽ ക്യാമറ ഫോട്ടോ എടുത്ത് കാണിക്കാൻ പറയാറുണ്ട്. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. അങ്ങനെയാണ് ഇപ്പോ കണ്ടിന്യൂ ചെയ്ത് പോയിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ അറ്റാച്ച്മെന്റ് പറയുകയാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് കൂടി ഒരുപാട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ട് കേട്ടോ. ഇപ്പൊ എന്റെ ആദ്യത്തെ സ്റ്റുഡൻസ് എന്നൊക്കെ പറയുമ്പോൾ അവരെന്റെ പേഴ്സണലി എപ്പോഴും എന്റെ ഫേവറേറ്റ് കിഡ്സ് ആണ്. അവരായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് അവർക്കും നമുക്കും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു ഓഫ്ലൈൻ ക്ലാസ് വേണമെന്ന് ഇല്ല. ഓൺലൈൻ കുട്ടികളുടെ ഒരു ഫേവറേറ്റ് ടീച്ചർ ആകാൻ സാധിച്ചു എന്ന് തന്നെയാണ് അഞ്ജലി പറയുന്നത്. ഇപ്പൊ നേരത്തെ അഞ്ജലി പറഞ്ഞു അഞ്ജലിയുടെ ഒരു ക്ലാസ്സുകൾ അഞ്ജലി എടുക്കുന്നു എന്നുള്ള നിലയിൽ നിന്ന് പെട്ടെന്നാണ് ഒരു ഓൺട്രപ്രനർ എന്നുള്ള രീതിയിൽ ഇതൊരു കുറെ പേരെ സ്റ്റാഫ് ചെയ്ത് ഉള്ളൊരു ട്യൂഷൻ പ്ലാറ്റ്ഫോം ആക്കി മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നത്. അപ്പോ ഒരു പേടി തോന്നിയിരുന്നോ, റിസ്ക് ആണെന്ന് തോന്നിയിരുന്നു? കാരണം പലപ്പോഴും ഒരു സംരംഭം തുടങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ട്യൂട്ടർ ആകുന്ന അത്ര ഒരു അത് വലിയൊരു റിസ്ക് ഉള്ള കാര്യമാണെന്ന് പറയാൻ പറ്റില്ല. അതേസമയം നമ്മൾ കുറെ ടീച്ചേഴ്സിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് കൂടുതൽ കുട്ടികളിലേക്ക് ഈ ട്യൂഷൻ വ്യാപിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ടെൻഷനാണ്, കുറച്ചുകൂടി റിസ്ക് ആണ്. അപ്പോ എന്താണ് അഞ്ജലിയെ ആ ഒരു റിസ്ക് എടുക്കാൻ പ്രേരിപ്പിച്ചത്? ടീച്ചിങ് തുടങ്ങിയപ്പോൾ എനിക്ക് ഒരു കോൺഫിഡൻസ് വരുമല്ലോ. നമുക്ക് ഓൺലൈൻ ടീച്ചിങ് തുടങ്ങിയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്ത ആൾക്കാർ, ഇപ്പൊ എന്റെ ഫാമിലി ആയാലും ആദ്യം എന്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന എന്റെ കൊളീഗ്സ് ആയാലും അവരെല്ലാരും സപ്പോർട്ട്, അവര് ഭയങ്കര ഒരു പ്രോത്സാഹനമായിരുന്നു. പിന്നെ അവരും എനിക്കറിയുന്ന ആൾക്കാർ തന്നെയായിരുന്നു എന്റെ കൂടെ ജോയിൻ ചെയ്തിരുന്ന ആൾക്കാർ. അപ്പൊ എനിക്ക് പിന്നെ 100% എനിക്ക് അവരെ ട്രസ്റ്റ് ഉണ്ടായിരുന്നു. അവർക്കും എന്നെ പോലെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നന്നായി തന്നെ ക്ലാസ്സസ് എടുക്കാൻ പറ്റും എന്നുള്ള ട്രസ്റ്റ് എനിക്ക് ഉണ്ടായിരുന്നു. വളരെ ഒരു നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെയാണ് ഇപ്പോഴും എന്താ പറയാ എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോഴും അതെ, നല്ലൊരു വൺ ഓഫ് ദി ബെസ്റ്റ് ടീമാണ് എന്റെ കൂടെ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോഴും എനിക്ക് സക്സസ്ഫുൾ ആയി പോകാൻ പറ്റുന്നത്. ഇപ്പോ നമുക്ക് വരുന്ന എൻക്വയറീസ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോ എക്സാമിന്റെ ടൈമിലൊക്കെ ഒരു 1 വീക്ക് ഒക്കെ ബിഫോർ വന്നിട്ട് ഈ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ടീച്ചേഴ്സായിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ കുഴപ്പമില്ല മാം എടുത്തോളൂ ഞങ്ങൾ നോക്കാമെന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സ് ഉള്ള കാരണമാണ് എനിക്കിപ്പോഴും സക്സസ്ഫുള്ളി പോകാൻ പറ്റുന്നത്. അപ്പൊ അവരെ ഹാർഡ് വർക്കിങ്ങും പിന്നെ അവരും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉള്ള കാരണമാണ് എനിക്ക് തോന്നുന്നു എനിക്ക് അന്നായാലും ഇങ്ങനെ സക്സസ്ഫുള്ളി കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത് തോന്നുന്നു. ആ ഒരു സപ്പോർട്ട് ഇതാണ്.
അപ്പൊ ഒരു എന്താ പറയാ, ഒരു സ്ഥാപനം എന്നുള്ളതിനേക്കാൾ കുറച്ചുകൂടി ഒരു ഫാമിലി പോലെ നിറ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. എല്ലാ ടീച്ചേഴ്സും കുറച്ചുകൂടി ഒരു അടുപ്പമുള്ള രീതിയിലുള്ള ഒരു സംരംഭകയാണ് അഞ്ജലി എന്ന് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ലീഗാലിറ്റീസ് ഒക്കെ ചെയ്തത്? ഇങ്ങനെ ഒരു തരത്തിലുള്ള ഒരു സംരംഭം തുടങ്ങാൻ പോകുന്ന ആൾക്കാർക്ക് അത്തരത്തിലുള്ള ഇൻഫർമേഷൻ ഉപകാരപ്രദമായി? അതെ അതെ, നമ്മൾ ആക്ച്വലി ഞാന് MSME ഉദയം അണ്ടറിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇത് ഇന്ത്യൻ രജിസ്റ്റേർഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പിന്നെ ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണല്ലോ. അപ്പൊ നമ്മള് മെയിൻ ഓഫീസ് ഉള്ളത് നാട്ടിലാണ്, തൃശ്ശൂർ തന്നെയാണ്. അവിടെ നിന്നാണ് നമ്മൾ സെന്റർ, അവിടെയാണ്, അവിടെ നിന്നാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ വേൾഡ് വൈഡ് ഉള്ള കുട്ടികൾക്കാണ് ഓൺലൈൻ ട്യൂഷൻസ് ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ UAE നമുക്ക് ആക്ച്വലി ട്യൂഷൻ എടുക്കണമെങ്കിൽ നമുക്കൊരു പ്രൈവറ്റ് ട്യൂട്ടർ ലൈസൻസ് വേണം. ഇൻഡിവിജ്വലി ട്യൂഷൻ എടുക്കണമെങ്കിൽ ലീഗലി നമുക്ക് ഒരു പ്രൈവറ്റ് ട്യൂട്ടർ ലൈസൻസ് വേണം. അപ്പൊ അതെനിക്കുണ്ട്, ഒരു പ്രൈവറ്റ് ട്യൂട്ടർ ലൈസൻസ് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എനിക്ക് ഇവിടെ ഓഫ്ലൈൻ ആയിട്ടുള്ള കുട്ടികളെ എടുക്കാം. അങ്ങനെ ഒരു കുഴപ്പമില്ല. അപ്പൊ ഞാൻ അത് എടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓഫ്ലൈൻ ആയിട്ട് എനിക്ക് ഇവിടെ ഒരു 25 to 30 സ്റ്റുഡൻസ് ഉണ്ട്, ഓൺലൈൻ അല്ലാതെ. അങ്ങനെ ഉണ്ട്. ബാക്കിയെല്ലാം ഇന്ത്യൻ ഗവൺമെന്റ് അണ്ടറിൽ, MSME അണ്ടറിൽ രജിസ്റ്റേർഡ് ആണ്. നമുക്ക് അതുപോലെ തന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് പോകുന്ന സ്റ്റാഫിനെല്ലാം പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് അങ്ങനെയെല്ലാം കുഴപ്പമില്ല. നമുക്ക് ക്ലാസ് ഒന്ന്, അതിന്റെ ഒരു വീഡിയോ നമ്മുടെ കയ്യിലുണ്ട്, അപ്പൊ അതൊന്ന് പ്ലേ ചെയ്യാം. എങ്ങനെയാണ് ഈ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നത് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ചോദ്യങ്ങൾ തുടരാം. Yes, very good. 15x plus 6y equals 33. That we can mark it as equation number 3. And what about the second one? 8x minus 6y equals 36. Yes, very good. 8x minus 6y equals how much? 36. Yes. That's equation number 4. Then, so Adi, when we are, yes, Adi, so while doing the second question, what we can do here? Yeah. Okay. X equals 3 and y equals to -1. And the second one? Yeah, tell me the second one, how can you make this equal, the two equations? Which one is? 3x minus 2y equals 11. 4x plus 5y equals to 7. The second one. You finished that? 3 minus 2. Yeah, I finished that. Oh, yeah, that's right. That's what I'm telling. Like which one we have to make it equal in order to eliminate? I made 2 and 5 equal. വൈറ്റ് ബോർഡ് ഒക്കെ ഉപയോഗിച്ചാണല്ലോ പഠിപ്പിക്കുന്നത്. അപ്പോ ഓഫ്ലൈൻ ടീച്ചിങ് എത്രത്തോളം ഈ ടെക്നോളജിക്കലി കാര്യങ്ങൾ അറിയേണ്ടത് എത്രത്തോളം പ്രാധാന്യമാണ്? എന്തൊക്കെ തരത്തിലുള്ള സഹായങ്ങളാണ് ടെക്നോളജിക്കലി എടുക്കുന്നത്? ഇപ്പൊ ഞാനിപ്പോ യൂസ് ചെയ്യുന്നത് ഗൂഗിൾ മീറ്റ് ആണ്. ഗൂഗിൾ മീറ്റിൽ നമുക്ക് ഇതേപോലെ ഓൺലൈൻ വൈറ്റ് ബോർഡ്സ് അവൈലബിൾ ആണ്, അത് ഷെയർ ചെയ്യാം നമുക്ക്. പ്ലസ് നമുക്ക്, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് കുറച്ച് ടഫ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു 3D ഇമേജ് കാണിക്കണം, അങ്ങനത്തെ ഒക്കെ കേസ് വരുമ്പോ ഞാൻ അനിമേഷൻ വീഡിയോസ് അതിന്റെ എല്ലാം ഹെൽപ്പ് എടുക്കാറുണ്ട്. അതുപോലെ PPT ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ചാപ്റ്റർ PPT സയൻസ് ഒക്കെ ആണെങ്കിൽ PPT ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാൻഡ് ഔട്ടിന്റെ നോട്ട്സ് ഉണ്ട്, ഓൺ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വർക്ക് ഷീറ്റ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. വർക്ക് ഷീറ്റ്സ് ഇപ്പൊ 10th ഒക്കെ ആണെങ്കിൽ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്ത് പോകാറുണ്ട്. ഞാൻ കോൺഫിഡന്റ്ലി എന്റെ പിള്ളേരോട് പറയാറുണ്ട്, നിങ്ങൾ ട്യൂഷൻ ബുക്സ് മാത്രം റെഫർ ചെയ്ത് പൊക്കോ, ഇതിലില്ലാത്ത ഒരു ക്വസ്റ്റ്യനും വരില്ല എന്ന് ഞാൻ കോൺഫിഡന്റ്ലി പറയാറുണ്ട്. കാരണം നമ്മളിപ്പോ ഒരു 6 years ആയല്ലോ, ഓൾമോസ്റ്റ് പാസ്റ്റിൽ വരുന്ന ഞാൻ ഒരു മിനിമം ഒരു 20 മാർക്സ് എങ്കിലും കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ ഉള്ളൊരു ഉറപ്പുണ്ട് നമുക്ക്. പിന്നെ നമുക്ക് വൈറ്റ് ബോർഡിൽ എഴുതാൻ പറ്റുന്ന മാർക്കർ കിട്ടും, ഡിജിറ്റൽ മാർക്കേഴ്സ് കണക്ട് ചെയ്തിട്ട് എഴുതാൻ പറ്റുന്ന, അതിലാണ് ഞാൻ പഠിപ്പിക്കാറ്. അപ്പൊ നമുക്ക് ബോർഡിൽ എഴുതിയിട്ട് പഠിപ്പിക്കുന്ന പോലെ തന്നെ പഠിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവിടെ ഓഫ്ലൈൻ ക്ലാസ്സിന് എനിക്ക് വലിയൊരു ബോർഡ് ഉണ്ട്, അങ്ങനെ ചെയ്യാം. ഓഫ്ലൈൻ ക്ലാസ്സസ് ആയാലും നമ്മൾ മാക്സിമം ഒരു സ്മോൾ ഗ്രൂപ്പേ അറ്റ് എ ടൈം എടുക്കാറുള്ളൂ. ഈ പറഞ്ഞ പോലെ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി തോന്നുന്നത് ഇൻഡിവിജ്വൽ അറ്റൻഷൻ ആണ്. നമ്മുടെ മെയിൻ അട്രാക്ഷൻ തന്നെ ഒരു കസ്റ്റമൈസ്ഡ്
ട്യൂഷൻ അല്ലെങ്കിൽ ഓരോ കസ്റ്റമൈസ്. വിദ്യാർത്ഥിക്ക് യോജിക്കുന്ന രീതിയിലുള്ള അതെ അതെ ട്യൂഷൻ അങ്ങനെയാണ്. ഒരു ഓൺലൈൻ ട്യൂഷൻ സെന്റർ നടത്തുന്നു, ഓഫ്ലൈൻ ആയിട്ടും ക്ലാസ്സുകൾ എടുക്കുന്നു. എങ്കിലും ഒരു വർക്ക് ഫ്രം ഹോം സെറ്റപ്പ് ആണ് എന്ന് നമുക്ക് പറയാം. അതിനൊപ്പം കുടുംബകാര്യങ്ങൾ ഉണ്ടാവും, കുട്ടികൾ ഉണ്ടാവും, തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയാണ് ഒരു ടിപ്പിക്കൽ ഡേ ആയിട്ട് കണക്കാക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ട്യൂട്ടറുടെ? ബിസി ആകുന്നത് അതോ വൈകിട്ടാണ് കൂടുതൽ ബിസി ആവുന്നത്? രാവിലെ നമുക്കിപ്പോ അതർ കൺട്രീസിലെ കുട്ടികൾ, ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ നിന്നൊക്കെ ട്യൂഷൻസ് ഉണ്ടാകുമ്പോഴാണ് മോർണിംഗ് ഒക്കെ ഞാൻ എടുക്കാറ്. അല്ലെങ്കിൽ പിന്നെ അതുപോലെ ഹോം സ്കൂളിംഗ് ചെയ്യുന്ന ചില കുട്ടികൾ അങ്ങനെ, അല്ലെങ്കിൽ സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് എക്സാമിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ചില സ്പെഷ്യൽ കേസസ് വരുമ്പോൾ മോർണിംഗും ബിസി ആവാറുണ്ട്. അല്ലെങ്കിൽ എൻട്രൻസ് പ്രിപ്പറേഷനോ അങ്ങനെ ഇവിടുത്തെ തന്നെ എന്തെങ്കിലും ഹയർ സ്റ്റഡീസിന്റെ ക്ലാസ്സസോ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഞാൻ മോർണിംഗ് ബിസി ആവാറ്. അല്ലെങ്കിൽ എന്റെ ഒരു വർക്ക് ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് ആക്ച്വലി 3 o'clock 3 PM to 9 PM ആണ് എന്റെ ഒരു നോർമൽ വർക്കിംഗ് ടൈം വരുന്നത്. പക്ഷെ വീക്കെൻഡ്സ് ആണ് പിന്നെ ബിസി ആവുക. വീക്കെൻഡ്സ് ഇവിടെ ഷാർജയിൽ ഫ്രൈഡേ നമുക്ക് ലീവാണ്. അപ്പോ ഫ്രൈഡേ സാറ്റർഡേ ഒക്കെ കണ്ടിന്യൂസ്ലി ഒരു 10 to 12 hours വരെ ഞാൻ ക്ലാസ് പോവാറുണ്ട്. എനിക്ക് അതാണ് എന്റെ ഒരു ആവറേജ് വീക്കെൻഡ് അങ്ങനെയാണ് പോകുന്നത് അല്ലേ? എന്നാലും അത് എൻജോയ് ചെയ്യുന്നത് കൊണ്ടായിരിക്കാം അഞ്ജലിക്ക് അതൊരു വലിയ വിഷയമായി തോന്നുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ മറ്റ് സ്റ്റാഫുകളുടെ ഒക്കെ ഒരു ടൈമിംഗ് എങ്ങനെയൊക്കെയാണ്? ഒരു ദിവസമൊക്കെ എത്ര സമയമൊക്കെ ഒരാള് ക്ലാസ് എടുക്കേണ്ടി വരുന്നുണ്ട്? ഇറ്റ് ഡിപ്പെൻഡ്സ് ആണ്. കാരണം നമ്മളിപ്പോ ഒരു കുട്ടിക്ക് ഒരു ടീച്ചറിനാണല്ലോ, അപ്പൊ അവർക്കായാലും ഒരു ഇൻകം, നല്ലൊരു ഇൻകം ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ആവറേജ് ഒരു 5 to 6 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തന്നെ നല്ലൊരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോ ഒരു ആവറേജ് ഒരു സ്കെയിൽ ഒരു 3 to 4 ക്ലാസ്സസ് ഒക്കെ 3 ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. ഇത് പറഞ്ഞ പോലെ ഒരുപാട് സ്റ്റുഡൻസ് ഉള്ള ആൾക്കാരാണെങ്കിൽ 3 to 4 ക്ലാസ്സസ് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാറുണ്ട്. ഈ ടീച്ചേഴ്സും UAE ബേസ് ചെയ്തിട്ടുള്ള ടീച്ചേഴ്സ് ആണോ അതോ നാട്ടിൽ നിന്നൊക്കെ? ഒക്കെ നാട്ടിൽ നിന്നുള്ള ടീച്ചേഴ്സ് ആണ്. നാട്ടില് ഇപ്പോ ഹൈദരാബാദുള്ള ആൾക്കാരുണ്ട്, ബാംഗ്ലൂരുള്ള ആൾക്കാരുണ്ട്, അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള ആൾക്കാർ തന്നെയാണ് കൂടുതലും. സ്റ്റുഡൻസും കൂടുതൽ എങ്ങനെയാണ് നാട്ടിൽ നിന്നൊക്കെ ട്യൂഷൻ എടുക്കാൻ? ഇല്ല, നമുക്ക് കുട്ടികൾ UAE ബേസ്ഡും മറ്റു രാജ്യങ്ങളൊക്കെയാണ്. കുട്ടികൾ നമുക്ക് നാട്ടിൽ നിന്ന് വളരെ കുറവേ കിട്ടാറുള്ളൂ. ആക്ച്വലി നമ്മൾ നാട്ടിൽ അങ്ങനെ ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം നാട്ടിലിപ്പോ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണല്ലോ, ഒരുപാട് ഓൺലൈൻ, ഭയങ്കര കോമ്പറ്റീഷനുള്ള ഫീൽഡാണ്. ഒരുപാട് വേറെ എഡ്യൂക്കേഷൻ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഗ്രൂപ്പ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യണത്. ആൻഡ് ഫീസ് ഭയങ്കര കുറവാണ്. പക്ഷെ നമുക്ക് അത്ര കുറവ് ഫീസിലെ ഒരു കസ്റ്റമൈസ്ഡ് ഓൺലൈൻ ഇൻഡിവിജ്വൽ ക്ലാസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു ഇതില് നമുക്ക് അതർ സ്റ്റേറ്റ്സിനൊക്കെ ഇടയ്ക്ക് ഇതേപോലെ ഒരു എൻട്രൻസ് ലെവൽ പ്രിപ്പറേഷൻ അങ്ങനെ എന്തെങ്കിലും വേറെ നീഡ്സിനൊക്കെ ഉള്ള കുട്ടികൾ ഉണ്ടാവാറുണ്ട്. മെയിൻലി നമ്മൾ GCC ഫോക്കസ്ഡ് ആണ്, അല്ലെങ്കിൽ അതർ കൺട്രീസ് അങ്ങനെ ഫോക്കസ്ഡ് ആണ്. അവിടെ നിന്നുള്ള കുട്ടികളാണ് കൂടുതൽ. പല സിലബസുകൾ പഠിപ്പിക്കുന്നുണ്ടാവുമല്ലോ, അപ്പോ കുറച്ചുകൂടി ടഫായിട്ട് തോന്നുന്ന സിലബസ് ഏതാണെന്നാണ് തോന്നിയിട്ടുള്ളത്? അത് വിദേശത്തുള്ള കുട്ടികൾക്കാണോ കുറച്ചുകൂടി ടഫ്, അതോ നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന കുട്ടികൾക്കാണോ? ഒരു ടീച്ചർ എന്ന നിലയിൽ ഏതാണ് കുട്ടികളെ കുറച്ചുകൂടി ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് തോന്നുന്നു? ഞാൻ ട്യൂഷൻസിന് മുമ്പ് അല്ലെങ്കിൽ ട്യൂഷൻസ് തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ കേട്ടിരുന്നത് IGCSE അല്ലെങ്കിൽ ബ്രിട്ടീഷ് ലെവൽ കരിക്കുലം CBSE അത്രയ്ക്ക് ബേർഡൻ ഇല്ല, അതൊക്കെയാണെന്നൊക്കെ. പക്ഷെ എനിക്ക് തോന്നുന്നത് ചെറിയ ക്ലാസ്സിൽ അങ്ങനെ ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഞാനിപ്പോ 9th ഉം 10th ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അവരുടെ 9th ക്ലാസ് 10 ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ അവർക്ക് ഒരുപാടുണ്ട് അവർക്ക് പഠിക്കാൻ. ആക്ച്വലി അവരും CBSEയും തമ്മിൽ അത്രയ്ക്ക് വലിയ ഡിഫറൻസ് എനിക്ക് തോന്നുന്നില്ല. ലൈക്ക് ടെക്സ്റ്റ് അവർക്ക് ക്ലാസ് 10 ഉള്ള എൻ്റെ ഒരു സ്റ്റുഡന്റ്, ആൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഒക്കെ സെപ്പറേറ്റ് ബുക്സും ആണ്. അവര് ഇപ്പോ CBSEക്കാര് 10th പഠിക്കുന്നത് അവർ 9th കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പൊ മാത്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ CBSE ഓൾജിബ്രയൊക്കെ കുറച്ചുകൂടി സിമ്പിൾ ആണെന്ന് എനിക്ക് തോന്നുന്നത് അവരെ കമ്പയർ ചെയ്യുമ്പോൾ. ബ്രിട്ടീഷ് കരിക്കുലം കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പൊ ഓൾജിബ്രയിലും പ്രോബബിലിറ്റി ആയാലും അങ്ങനത്തെ ടോപ്പിക്സ് ഒക്കെ CBSE ആണ് കുറച്ചുകൂടി എനിക്ക് തോന്നുന്നു കുറവ് പഠിക്കാൻ. പക്ഷെ എനിക്ക് എക്സാം കണ്ടക്ട് ചെയ്യുന്നതിന്റെ നമ്മളിപ്പോഴും ട്രഡീഷണൽ ആയിട്ടൊരു ഇതല്ലേ ഫോളോ ചെയ്യുന്നേ, അതുകൊണ്ടാണ് തോന്നുന്നു എല്ലാവരും CBSE ബേർഡൻ ആണ് എന്ന് പറയുന്നത് തോന്നുന്നു. ഒരു ആപ്ലിക്കേഷൻ ലെവലിലുള്ള ചോദ്യങ്ങൾ കുറവാണെന്ന് തോന്നുന്നു അല്ലെ? CBSEയിലൊക്കെ ഇപ്പോ
ബ്രിട്ടീഷ് കരിക്കുലം ഇങ്ങനെ കണ്ടന്റ്സ് ഇങ്ങനെ കുറെ വരുന്നെങ്കിലും അവർക്ക് എക്സാം കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് കണ്ടക്ട് ചെയ്യും തോന്നുന്നു എനിക്ക്. CBSE കമ്പയർ ചെയ്യുമ്പോൾ CBSEയുടെ നമ്മൾ പഴയ ട്രഡീഷണൽ മെത്തേഡ് തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. ഒരു 3 hour എക്സാം, 3 hour ഫോർമാറ്റ്, 3 hourൽ ഇത്ര മാർക്സിന് എഴുതി തീർക്കണം. അപ്പൊ അതുകൊണ്ടാണ് തോന്നുന്നു. പിന്നെ അപ്പൊ മെമ്മറൈസ് ചെയ്യാൻ കൂടുതലുണ്ട് CBSEയില്. അവർ അപ്ലിക്കേഷൻ ലെവൽ അത്രത്തോളം പക്ഷെ ഇപ്പൊ ഓൾമോസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇപ്പോഴും ഇപ്പൊ നമ്മൾ 2-3 years ആയിട്ട് പക്ക അപ്ലിക്കേഷൻ ലെവൽ തന്നെയാണ് വരുന്നത് CBSEയിലോട്ട്. പക്ഷെ ഇപ്പൊ നമ്മൾ 80 മാർക്സിന്റെ ഒക്കെ പേപ്പർ മാത്സ് ഒക്കെ വരുമ്പോ കുറച്ച് ബുദ്ധിമുട്ടാ. ഒരു 3 hours എഴുതി തീരാന്ന് പറയുമ്പോഴേ. ഇപ്രാവശ്യത്തെ 10th എക്സാം എന്തോ കുറച്ചുകൂടി എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടായിരിക്കാം അങ്ങനെ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. അതെ അതെ. ഇപ്പൊ നമുക്കറിയാലോ ഇപ്പോഴത്തെ ജെൻസി കുട്ടികള് യൂട്യൂബ് വീഡിയോസ് തന്നെ കാണാതെ ഷോർട്സിലേക്ക് മാറുന്ന സ്വിച്ച് ചെയ്യുന്ന ടൈം അല്ലേ. അത്രത്തോളം അവർക്ക് അറ്റൻഷൻ സ്പാൻ ഇപ്പൊ ഉള്ളൂ എന്ന് പറയുന്നു. അതെ അതെ. ആ ഒരു ടൈമില് നമ്മളിപ്പോഴും 3 hours ഒരു പേപ്പർ എന്ന് പറയുമ്പോൾ അത് ഇത്തിരി ഒരു അൺഫിറ്റ് ആണോ എന്ന് എനിക്കിടയ്ക്ക് തോന്നാറുണ്ട്. അങ്ങനെ ഒരു ഇതുണ്ട്, ഡൗട്ട് വരാറുണ്ട്. നമ്മുടെ ഈ ഇന്റർവ്യൂ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ആർക്കെങ്കിലും ഈ ഓൺലൈൻ ട്യൂഷനെ സംബന്ധിച്ചോ എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ട്യൂഷൻ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, ടീച്ചിങ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്, അത്തരത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അഞ്ജലിക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന കാര്യങ്ങൾ സംശയമായി ചോദിച്ചാൽ നമുക്കത് ഈ ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ഇനിയുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും ഒരു സ്കെയിലിംഗ് അപ്പ് ഒരു പ്ലാൻ ഒക്കെ കാണുമല്ലോ. അപ്പൊ ഇനി എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ്ങിലേക്ക് മാറണം തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ, എന്തൊക്കെയാണ് അടുത്ത പ്ലാൻ? അടുത്ത നമ്മുടെ ഒരു ലെവലപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ട്. നമ്മുടെ സ്റ്റാൻഡ് ഔട്ടിന് വേണ്ടിയായിട്ട് ഒരു ആപ്പായിട്ട് അങ്ങനെ ഒരു ഫുൾ എന്താ പറയാ ഒരു ഫുൾ സെറ്റ് ആയിട്ട് ഇപ്പോ അങ്ങനെ ഒരു ഇതില് വരണമെന്നുണ്ട്. അത് ഈ ഇയർ എൻഡ് തന്നെ നമുക്കത് നടപ്പിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കണം. അങ്ങനെ ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്യാനും ആ ഒരു ലെവല് ഒന്നുകൂടി പ്രൊഫഷണൽ ആക്കിയിട്ട് ആ ഒരു ലെവലിലേക്ക് അത് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ഒരു ഇയർ എൻഡ് ആകുമ്പോഴേക്കും നമ്മൾ അതിൽ എത്തുന്ന വിചാരിക്കുന്നു. ഇനിയിപ്പോ അതാണ്. പിന്നെ ഒന്നും കൂടി ഇപ്പോ നമ്മുടെ നാട്ടില് ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഇതേപോലെ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒന്നും കൂടി വർക്കാവുക ഗ്രൂപ്പ് ക്ലാസ്സസ് ആണെന്ന് തോന്നുന്നു. ഇപ്പൊ എല്ലാവരും ഇപ്പൊ അത് തന്നെയാണല്ലോ. സോ അത് നാട്ടിലും അതൊന്ന് എക്സ്പാൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, നാട്ടിലേക്കും കൂടി. ഏതൊക്കെ സബ്ജക്റ്റുകളും അല്ലെങ്കിൽ ഏതൊക്കെ ക്ലാസ്സുകളിലേക്കൊക്കെയാണ് അഞ്ജലിയുടെ ട്യൂഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയാം? നമ്മളിപ്പോ KG 1 തൊട്ടേ ഉണ്ട്. ചെറിയ ക്ലാസ്സിലെ കുട്ടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് ഓൾ പാക്കേജ് ആണ്. അവർക്ക് അതിന് പ്രത്യേകിച്ച് ക്ലാസ്സസ് ഇല്ലല്ലോ. ഇപ്പൊ grade 1 grade 2 ഉള്ള കുട്ടികളുണ്ട് നമ്മുടെ അടുത്ത്. അവരെ ആക്ച്വലി അവർക്ക് വേണ്ടത് ഒരു മെന്ററെയാണ്. അതായത് ഇപ്പോ ഇവിടെ റിയലി ബിസി ആയിട്ടുള്ള പാരന്റ്സ് ആയിരിക്കും, ട്രാവലിംഗ് ഉള്ള പാരന്റ്സ് ഉണ്ടാവും ജോലി സംബന്ധമായിട്ട്. അപ്പൊ അവർക്കൊക്കെ പാരന്റ്സ് അല്ലാത്തപ്പോ അവരെ കംപ്ലീറ്റ് കെയർ ചെയ്യുന്ന സ്റ്റഡീസ് കംപ്ലീറ്റ് നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു മെന്ററാണ് അവര് നോക്കുക. അപ്പൊ അങ്ങനത്തെ കുട്ടികളുണ്ട് നമുക്ക്. അപ്പൊ അത് തൊട്ട് ഒരു 12th ഗ്രേഡ് എല്ലാ സബ്ജക്ട്സ് വരെ നമ്മളുണ്ട്. ലാംഗ്വേജസ് ആയ ഇപ്പൊ നമുക്ക് ഫ്രഞ്ച് ഇല്ല, മുമ്പ് ഉണ്ടായിരുന്നു. അറബിക്, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം എല്ലാ ലാംഗ്വേജസും എല്ലാ ഇപ്പോ 12th വരുമ്പോൾ സയൻസ് സ്ട്രീമും ഉണ്ട്, കൊമേഴ്സ് സ്ട്രീമും ഉണ്ട്, എല്ലാ സബ്ജക്ട്സും ഉണ്ട് നമുക്ക്. എല്ലാത്തിനും അതായത് ഇപ്പോ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെ, സബ്ജക്ട് എക്സ്പേർട്സ് തന്നെ നമുക്ക് ഉണ്ട്. ഇപ്പൊ എത്ര ടീച്ചേഴ്സ് ആണ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്? ഇനി കൂടുതൽ പൊസിഷൻസിലേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? നമ്മുടെ പ്രേക്ഷകരിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ CV കാണുന്ന മെയിൽ അഡ്രസ്സിൽ അയച്ചാൽ മതി. പക്ഷെ എങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊസീജിയർ എന്ന് പറയാമോ? ഇപ്പൊ എന്റെ കൂടെ ഒരു 25+ ടീച്ചേഴ്സ് ഉണ്ട്, 25 ടീച്ചേഴ്സ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ടീച്ചേഴ്സിന്റെ അവൈലബിലിറ്റി ആക്ച്വലി കുട്ടികളുടെ അഡ്മിഷൻ പോലെ വരിക. കാരണം ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോ ഒരു സ്റ്റുഡന്റ് ഒരു ടീച്ചറാണ്. അപ്പം സ്റ്റുഡൻസിന്റെ അഡ്മിഷൻ കൂടുന്തോറും ആണ് നമുക്ക് ടീച്ചേഴ്സിന്റെയും ആവശ്യം വരിക, അവൈലബിലിറ്റി വരിക. അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ എന്റെ അടുത്തപ്പോ അവൈലബിൾ ആയിട്ടുള്ള CVs നോക്കി ഡെമോ ക്ലാസ് നോക്കി അങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് വരിക. ട്യൂഷൻ ഡെമോ നൽകുന്നുണ്ടോ? എങ്ങനെയാണ് ട്യൂഷന് നമ്മൾ ചേരുമ്പോ? അതെ, നമുക്കിപ്പോ എൻക്വയറീസ് വരികയാണെങ്കിൽ നമ്മൾ എല്ലാവർക്കും ഒരു ഫ്രീ ഡെമോ ഓഫർ ചെയ്യാറുണ്ട്. ഒരു ഫ്രീ ഡെമോ ക്ലാസ് കൊടുത്ത് അവർ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ട് ആണ് പാരന്റ്സും കൂടെ ഇരിക്കാം. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമ്മളത് പ്രൊസീഡ് ചെയ്യാറുള്ളൂ. അത് പാരന്റ്സിന് അറ്റ് എനി പോയിന്റ് എന്നെ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഒരു 2 weeks കൂടുമ്പോൾ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാറുണ്ട്. ടീച്ചേഴ്സിന്റെ അടുത്തുനിന്നും പാരന്റ്സിന്റെ അടുത്തുനിന്നും കളക്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോ ഞാനും കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് ത്രൂ ആണ്
ക്ലാസ്സസിന്റെ ലിങ്ക് എല്ലാം പോവുക. അപ്പോൾ എല്ലാം എനിക്കും കാണാൻ പറ്റും, പാരന്റ്സിനും കാണാൻ പറ്റും. നമ്മൾ ഓപ്പൺ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് അവിടെ അവൈലബിൾ ആണ്. എന്ത് ഫീഡ്ബാക്ക് വേണമെങ്കിൽ നമ്മളോട് പറയാം. അപ്പൊ അതെല്ലാം പോസിബിൾ ആണ്. നമ്മള് പറയും. ട്യൂഷൻ എത്ര സമയമൊക്കെ വരെയാണ് എടുക്കുന്ന ഒരു ക്ലാസ്? 1 മണിക്കൂറൊക്കെ ആണോ അതോ അത് കൂടുതലാണോ? 1 to 1.5 hours. 1 to 1.5 hours. അത് ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ അറ്റൻഷൻ സ്പാൻ അനുസരിച്ചിരിക്കും. അതെ, 1.5 hour ഒക്കെ കുഴപ്പമില്ലാതിരിക്കുന്ന കുട്ടികളാണ്. ഹയർ ക്ലാസ്സസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 1.5 hour ആണ് കൊടുക്കുക. ഈ KG 1 സെക്കൻഡ് ഗ്രേഡിലൊക്കെ ഉള്ള കുട്ടികളൊക്കെ അത്രയും സമയം ഇരിക്കുമോ? അതാണ് ഞാൻ പറഞ്ഞേ. അവര് സർപ്രൈസിംഗ്ലി ആ കുട്ടികൾക്ക് നമ്മുടെ ടീച്ചേഴ്സ് ആയിട്ട് വല്ലാത്തൊരു കണക്ഷൻ ആണ്. അതെ, ബോണ്ടിങ്. അവരെ പാരന്റ്സ് എന്നെ വിളിച്ച് പറയാറുണ്ട്. പാരന്റ്സ് ഭയങ്കര ഹാപ്പി ആയിട്ട് എന്നെ വിളിച്ച് പറയാറുണ്ട്. ലൈക്ക് അതുകൊണ്ട് അതാ ഞാൻ പറയാം, നമുക്ക് ഡെമോ നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ആ ഡെമോ ക്ലാസ് കൊടുത്ത് അവര് കംഫർട്ടബിൾ എല്ലാം തോന്നിയാൽ നമ്മൾ സ്വിച്ച് ചെയ്യും. കാരണം നമുക്ക് ഇവിടെ എനിക്ക് ടീച്ചേഴ്സിനെയും പാരന്റ്സും എനിക്ക് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അവർ രണ്ടുപേരുടെ അഭിപ്രായവും നമ്മള് ഒരുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഫുൾ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരായിട്ട് കണ്ടിന്യൂ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. ടീച്ചേഴ്സിന്റെ ഒക്കെ ഒരു ഫീഡ്ബാക്ക് എങ്ങനെയാണ്? അവര് ചിലപ്പോ പുറത്തുപോയി ജോലി ചെയ്യാൻ പറ്റാത്തവരായിരിക്കാം, അല്ലെങ്കിൽ ടീച്ചർ ആകണമെന്ന് ആഗ്രഹിച്ചു അത്തരത്തിൽ സ്കൂളുകളിലൊന്നും ഉള്ള ഒരു അവസരങ്ങൾ ലഭിക്കാത്തവരായിരിക്കാം, അല്ലെങ്കിൽ പണ്ട് പഠിപ്പിച്ചിട്ട് ബ്രേക്ക് എടുത്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. മൊത്തത്തിൽ എങ്ങനെയാണ് ടീച്ചേഴ്സ് ഈ ഒരു അവസരത്തെ നോക്കിക്കാണുന്നത്? ഇപ്പോ ഈ പറഞ്ഞ പോലെ ഒരു കരിയർ ബ്രേക്ക് വന്ന ആൾക്കാര് നമ്മുടെ അടുത്ത് ഇപ്പോ സ്കൂളിൽ പോകുന്ന ടീച്ചേഴ്സും ഉണ്ട്. അതല്ലാതെ ഇപ്പോ നല്ല ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ട് ജോലിക്ക് പോകാൻ പറ്റാതെ ഇങ്ങനെ റെസ്പോൺസിബിലിറ്റി, ഫാമിലി റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കേണ്ടി വന്ന അവരാണ് കുറച്ച് കൂടുതലുള്ളതെന്ന് തോന്നുന്നു. പ്ലസ് ഓൺ ഗോയിങ് ടീച്ചേഴ്സും ഉണ്ട്. അപ്പോ അവരിങ്ങനെ നമുക്കൊരു ഫീഡ്ബാക്ക് തരുമല്ലോ. ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം, ഒരു ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അവര് നമ്മളോട് ഇങ്ങനെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യും. മാം, ഞങ്ങളിപ്പോ സേവിങ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്തു, ഞങ്ങൾക്ക് ഞങ്ങളുടെ സേവിങ്സ് ഉണ്ട്, ഇപ്പോ നമ്മളിപ്പോ കുറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും. അപ്പൊ അത് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എടുക്കുന്ന സ്ട്രെസ്സിനും നമ്മൾ ആ ഒരു വർക്കിനൊക്കെ ഒരു ഇതുണ്ടാവാൻ അപ്പോഴാണ്. എന്റെ ജൂനിയർ ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആൾക്ക് ഡെലിവറി കഴിഞ്ഞ സമയത്ത് ഒരു ബ്രേക്ക് വന്നു. അപ്പോഴാണ് ആൾ എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്, ഇങ്ങനെ ഓപ്പണിംഗ് ഉണ്ടോ ചോദിച്ചിട്ട്. അങ്ങനെ ആള് നമ്മുടെ അടുത്ത് ജോയിൻ ചെയ്തു. ഒരു 6 to 8 1 year ഉണ്ടായിരുന്നു ഏകദേശം. അപ്പോ കഴിഞ്ഞ 2 മാസം മുമ്പ് ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ അവര് പറയായിരുന്നു, അന്നത്തെ ആ ഒരു ഇൻകം എനിക്ക് തന്ന റിലീഫ് അത് ഭയങ്കര വലുതായിരുന്നു. നമ്മള് ജോലിക്ക് പോയി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ബ്രേക്ക് വരുമ്പോ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതെ ഒരു അവസ്ഥ, അതൊരു ആ സമയത്ത് എന്നെ ഒരു ഡിപ്രഷനിലോട്ട് പോവാതെ എനിക്കൊരു കോൺഫിഡൻസ് തന്നത് ആ ഒരു ഇൻകം ആണ് അവള് അന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ കേൾക്കുമ്പോ നമുക്ക് ശരിക്കും ഭയങ്കര ഒരു ഹാപ്പിനെസ് തോന്നും. നമ്മുടെ ആ ഒരു സ്ട്രെസ് എടുക്കുന്ന ആ ഒരു വർക്കിനൊക്കെ ഒരു ഇത് വന്ന പോലെ, റിസൾട്ട് വന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇപ്പോ അത്യാവശ്യം ഞാൻ പറയാം. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു 5 to 6 കിഡ്സ് ഉണ്ട്, ഒരു സ്റ്റുഡൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഇൻകം അവർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. പിന്നെ നമുക്ക് പുറത്തൊന്നും പോകണ്ടല്ലോ, ട്രാൻസ്പോർട്ടേഷൻ അങ്ങനെ ചാർജസ് ഒന്നുമില്ല. കുട്ടികളുടെ കാര്യം നടക്കും, വീട്ടിലെ കാര്യം നടക്കും. അതുകൊണ്ട് ഒരു നല്ലൊരു വേ ആണ് ആക്ച്വലി ഈ ഒരു ഓൺലൈൻ ടീച്ചിങ് എന്ന് പറഞ്ഞത്. ഈ ടീച്ചിങ്ങിൽ കൂടുതലും സ്ത്രീകളാണോ അതോ മുഴുവനായിട്ടും സ്ത്രീകളാണോ? മെയിൽ ടീച്ചേഴ്സ് ഉണ്ടോ? നമുക്ക് ഭൂരിഭാഗം സ്ത്രീകളാണ്. മുഴുവനായിട്ട് സ്ത്രീകളായിരുന്നു. പക്ഷെ കഴിഞ്ഞ കൊല്ലാണ് ഒരു സാറ് ജോയിൻ ചെയ്തത്. ആ ഒരു സാറ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം ടീച്ചേഴ്സ് ആണ്. എല്ലാവരും സ്ത്രീകളാണ്. അതെ. ഇപ്പൊ ഈ ഒരു ട്യൂഷന്റെ ഇടയിൽ സംഭവിച്ചിട്ടുള്ള എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് വല്ലതൊക്കെ ഉണ്ടോ? ഇപ്പോ ചിലര് ഓഫ് ചെയ്ത് വെച്ച് പഠിക്കാതിരിക്കുന്ന കുട്ടികളുണ്ടാവും, എന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഓഫ് ചെയ്ത് വെച്ച് ശ്രദ്ധിക്കാതിരിക്കുന്നുണ്ടാവും. അങ്ങനെ പലതരത്തിലുള്ള വിദ്യാർത്ഥികളെ നമുക്ക് കാണാൻ സാധിക്കും. അതെ. ചില കേസില് ഫ്രണ്ടിലും ക്യാമറ ബാക്കിലും ക്യാമറ വെച്ചിട്ടൊക്കെ ഇരിക്കുന്ന പിള്ളേരുണ്ട്. കാരണം ബാക്കിലെ ക്യാമറ പാരന്റ്സിനെ നോട്ട് ചെയ്യാന്. അവർ ഓഫീസിൽ നിന്ന് മൊബൈൽ നോക്കും. എന്നിട്ട് ചിലപ്പോ നമുക്ക് മനസ്സിലാവില്ല കേട്ടോ, നമ്മൾ ഫ്രണ്ടിലെ ക്യാമറ നോക്കുമ്പോൾ നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കും. പക്ഷെ എനിക്ക് കോള് വരും അവരുടെ അച്ഛന്റെ അടുത്തുനിന്ന്, അവൻ വേറെ ടാബും കൂടി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് ടീച്ചറോട് പറയൂ, അവന്റെ അടുത്ത് 2 ടാബ് ഉണ്ടെന്ന്. കാരണം അവരത് ബാക്കിൽ നിന്ന് കാണും. അങ്ങനെയുള്ള കേസസ് ഉണ്ടായിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ആ ഒരു പോയിന്റിൽ അവരെ പിടിച്ചിരുത്തുക എന്ന് പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ്. അത് നമ്മുടെ ടീച്ചേഴ്സിന്റെ ഒരു സ്കിൽ തന്നെയാണ്. അങ്ങനെ ഒരു ഇരുത്താൻ പറ്റുന്നത്. സബ്ജക്റ്റുകൾ ഇപ്പൊ മാത്സോ അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി അത് പഠിക്കുന്ന പോലുള്ള ഇൻട്രസ്റ്റ് കുട്ടികൾക്ക് ഈ ലാംഗ്വേജ് പഠിക്കാനുണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇപ്പോഴത്തെ കുട്ടികൾക്ക്?
കുറവാണ് ലാംഗ്വേജ്. ഇപ്പോ ഞാന് ഇക്കൊല്ലം ജോയിൻ ചെയ്ത് എന്തോ അല്ല, ഹിന്ദി അറബിക് ഒക്കെ പഠിപ്പിക്കുമ്പോൾ മലയാളം പഠിപ്പിക്കുമ്പോ ഒക്കെ കുട്ടികൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടോ, അതോ അവർ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഒക്കെ പഠിപ്പിക്കുമ്പോഴാണ്? ഇപ്പോ ഹിന്ദി കുറച്ച് ടഫാണ്, CBSE ഹിന്ദി പൊതുവെ. അത് പഠിക്കാൻ നല്ലൊരു 80% സ്റ്റുഡൻസിനും കുറച്ച് ബുദ്ധിമുട്ടാണ്, വിഷമാണ്, വലിയ ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതുപോലെ മലയാളം ആയാലും ആക്ച്വലി എനിക്ക് ഇടയ്ക്ക് നമ്മൾ പഠിച്ച വന്നത് ഇപ്പൊ ഇവിടെയും കമ്പയർ ചെയ്ത് നോക്കുമ്പോ ഞാൻ എന്നിട്ട് മലയാളം അവരോട് പറയും, ഒരു ഭാഷയെ സ്നേഹിക്കാതെ പഠിക്കുന്ന പോലെ ഒരു വിഷമം എനിക്ക് തോന്നാറുണ്ട്. ആസ് എ സബ്ജക്ട് മാത്രമായി കണ്ട് പഠിക്കുന്ന പോലെ അങ്ങനെ തോന്നാറുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കുട്ടികൾ അവര് മോസ്റ്റ്ലി എല്ലാ കുട്ടികളും ഒരു 80 എന്റെ അടുത്ത് വരുന്ന എല്ലാ കുട്ടികളോടും ഞാൻ പറയാ, നിങ്ങൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവണം എന്നാ. അത് പഠിക്കുമ്പോ ഒരു എന്താ പറയാ, ആ ഒരു ക്യൂരിയോസിറ്റി ഇല്ലാതെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത. ഇപ്പൊ സയൻസ് ആയാലും പഠിക്കുമ്പോ നമ്മള് ഇത്രയും വണ്ടേഴ്സ് ഇവിടെ നടന്നിട്ടുണ്ട്, ഇത്രയും നല്ല നല്ല ഡിസ്കവറീസ് നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഇപ്പോ ബയോളജി ആയാലും ഫിസിക്സ് ഒക്കെ ആയാലും പഠിക്കുമ്പോ ആ ഒരു ഇൻട്രസ്റ്റില് ഈവൻ ഹിസ്റ്ററി ആയാൽ പോലും നമ്മൾ കടന്നു വന്ന നാളുകൾ ഇതാണ്, അങ്ങനെ ഒരു റിയൽ ലൈഫ് ഒരു തോട്ട് വന്നിട്ട് പഠിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഒന്നും കൂടിയും ബെറ്റർ ആയിരിക്കുന്നത്. പക്ഷെ ഇപ്പോഴത്തെ പല പിള്ളേർക്കും അതില്ലാന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ലാക്ക് ഓഫ് ഒരു ഇത് വന്നിട്ടുണ്ട്. അവര് വെറും സബ്ജക്റ്റ് ആയിട്ട് കണ്ട് മാത്രമേ കാണുന്നുള്ളൂ. അങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ബോറാവുന്നതും ഒരു പരിധി വരെ. ഇപ്പൊ ഞാൻ എപ്പോഴും ക്ലാസ് എടുക്കുമ്പോ പരമാവധി റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്ത്, അങ്ങനെ ഇപ്പോ എന്തെങ്കിലും ഇൻസിഡൻസ് പറഞ്ഞ് അവരെ കണക്ട് ചെയ്തിട്ട് പഠിപ്പിക്കും. ഇപ്പൊ ന്യൂക്ലിയർ റിയാക്ഷൻ ആണെങ്കിൽ ചെർണോബിൽ ഇൻസിഡന്റ് പറയാം, അങ്ങനെ റിയൽ ലൈഫിൽ നടന്നതാണ്, നിങ്ങൾ ഇങ്ങനെ ഡോക്യുമെന്ററി ഉണ്ട്, യൂട്യൂബിൽ പോയി വാച്ച് ചെയ്യൂ. പിന്നെ അവർക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് വരാനുള്ള സീരീസുകൾ പറഞ്ഞു കൊടുത്ത് അങ്ങനെ പരമാവധി ശ്രമിക്കാറുണ്ട് ആ ഒരു ഇൻട്രസ്റ്റില് വരാൻ. ഇപ്പോ ഒരു സംരംഭം തുടങ്ങി മറ്റു പലർക്കും ജോലി കൊടുക്കാൻ സാധിച്ചു എന്നുള്ള നിലയിലേക്കൊക്കെ അഞ്ജലി നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് അല്ലാത്ത ഒരു സ്ത്രീയോട്, പുരുഷന്മാർ കുറവായിരിക്കും, അതുകൊണ്ട് സ്ത്രീയോട് പറയാനുള്ള കുറച്ച് ടിപ്സ് ആൻഡ് കാര്യങ്ങൾ വല്ലതും ഉണ്ടോ? എന്താണ് അവർക്ക് ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ ഗ്രൗണ്ട് സീറോയിൽ നിൽക്കുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആദ്യമായിട്ടൊരു സ്റ്റെപ്പ് ഒന്നുമില്ല. ഇപ്പൊ ഓൺലൈൻ ട്യൂഷൻ തന്നെ ആകണമെന്നില്ല, എന്നാൽ പോലും അഞ്ജലിയുടെ ഒരു യാത്രയിൽ നിന്ന് അഞ്ജലി പഠിച്ചത് അല്ലെങ്കിൽ മറ്റ് ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്ത് കാണുമ്പോൾ അഞ്ജലിക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാം. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് വളരെയധികം കൂടുതലാണ്. ഇപ്പൊ ഇന്റർനെറ്റിന്റെ ഒക്കെ ഒരു സാധ്യതകൾ ഭയങ്കര കൂടുതലാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി സ്കിൽസ് ഡെവലപ്പ് ചെയ്യുക എന്നുള്ളത് വലിയൊരു പോയിന്റ് ആണ്. ഏത് ഏജ് ആയാലും നമുക്ക് പഠിക്കാൻ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പുതിയൊരു സ്കിൽ, ഇപ്പൊ AI തന്നെ ആയാലും അതിന്റെ സാധ്യതകൾ നോക്കി അത് പഠിച്ച് അങ്ങനെ ഒരു പഠിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ ഇരുന്നിട്ടായാലും എന്തെങ്കിലും ഒരു ജോബ് നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോ. പിന്നെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോഴത്തെ ജനറേഷൻ നമ്മളെക്കാളും കൂടുതൽ അവെയർ ആണെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ജനറേഷൻ ആണ് ഇതിന്റെ രണ്ടിന്റെ ഇടയ്ക്ക് പെട്ടുപോയത്. ഇപ്പോഴത്തെ കുട്ടികൾ അവർക്ക് കരിയർ കഴിഞ്ഞിട്ടാണ് വേണമെങ്കിൽ മാരേജ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ആണ് അവർക്ക്. പക്ഷെ അവരുടെ കരിയർ തന്നെയാണ് അവർ മുമ്പിൽ പ്ലേസ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ അടുത്ത് നിന്ന് അവർക്ക് നമ്മളിപ്പോ ഉപദേശിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആക്ച്വലി നമ്മുടെ ആ ഒരു ഏജിൽ നമ്മുടെ ആ ഒരു ജനറേഷനാണ് ആക്ച്വലി എനിക്ക് തോന്നുന്നു കൂടുതലും ഹൗസ് വൈഫ് ഒക്കെ ഉള്ളത്. ഇനിയുള്ള ഒരു കാലഘട്ടത്തിൽ അങ്ങനത്തെ ഒരു കാറ്റഗറി ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. അപ്പൊ അവരോടായാലും നിങ്ങൾക്കുള്ള സ്കിൽസ് തിരിച്ചറിയുക, അത് പോളിഷ് ചെയ്യുക, അത് പോളിഷ് ചെയ്തിട്ട് അതിന്റെ സാധ്യതകൾ അന്വേഷിക്കുക. ഇപ്പൊ ടീച്ചിങ് തന്നെ ആവണമെന്നില്ലല്ലോ. ഇപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്ക് നന്നായി സ്റ്റിച്ച് ചെയ്യാം അല്ലെ, അല്ലെങ്കിൽ ഇൻസ്റ്റയില് കൊടുക്കണം ഓരോ സാധനങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ. പിന്നെ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങാം. അപ്പൊ എന്തെങ്കിലും വേറെ ക്രാഫ്റ്റ് വർക്ക്സ് ഒക്കെ ആണെങ്കിൽ ഇൻസ്റ്റയിൽ ഒരു പേജ് തുടങ്ങാം. അങ്ങനെ യൂട്യൂബ് ഇൻസ്റ്റ റവന്യൂ ഉണ്ടാക്കാലോ. അതാ ഞാൻ പറഞ്ഞു, ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഇപ്പൊ. ആക്ച്വലി നമ്മുടെ സ്കിൽസ് എന്താണോ അതൊന്ന് തിരിച്ചറിഞ്ഞ് അതൊന്ന് പോളിഷ് ചെയ്ത്, പിന്നെ ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെയും നമുക്കും പുതിയത് എന്തെങ്കിലും ഇനിയും പഠിക്കാനുള്ള ഒരു ഇതുണ്ടെങ്കിൽ തന്നെ ഒന്നുകൂടി ബെറ്റർ ആവും തോന്നുന്നു. അപ്ഡേറ്റഡ് ആയിട്ട് നമ്മൾ നമ്മുടെ തന്നെ ഒരു ഗ്രോത്ത് മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് പ്രധാനം തോന്നുന്നു. അപ്പോ വഴികൾ മുന്നിൽ തെളിയും
എന്നാണ് അഞ്ജലി പറയുന്നത്. അപ്പൊ അഞ്ജലി ഒരു ഓൺടർപ്രണർ ആയി, അല്ലെങ്കിൽ ഇതിപ്പോ എങ്ങനെയാണ് ഒരു കുടുംബം അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്ലോസ് സർക്കിളൊക്കെ അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്? അവരതിനെ അതിന്റെ ഒരു സ്ട്രഗിൾസിനെ കാണുന്നുണ്ടോ, അതോ ഓക്കെ ഈസി ആയിരുന്നു അഞ്ജലിക്ക് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവും? എങ്ങനെയാണ് ഒരു കുടുംബത്തിന്റെയും ഒരു ക്ലോസ് ഫാമിലിയുടെ ഒക്കെ ഒരു പെർസെപ്ഷൻ ഈ ഒരു ഓൺടർപ്രണർ ജേർണിയോട്? എന്റെ ജേർണി ആക്ച്വലി അത്ര സ്മൂത്ത് ആയിരുന്നില്ല, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു ഓൺടർപ്രണർ ആവണം എന്ന് തിങ്ക് ചെയ്തിട്ടുള്ള ആളെ ആയിരുന്നില്ല. എന്റെ പാഷൻ റിസർച്ച് അല്ലെങ്കിൽ പിന്നെ ടീച്ചിങ് ആയിരുന്നു. അപ്പോൾ ആസ് എ ടീച്ചർ, ആസ് എ റിസർച്ചർ ടു ടീച്ചർ ടു ഓൺടർപ്രണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജേർണി കുറച്ചൊക്കെ സ്ട്രഗിൾ ആയിരുന്നു. പക്ഷേ എന്താ പറയാ, ഇപ്പൊ എനിക്ക് തോന്നുന്ന ഒരു ഇഷ്യൂ ഇത്, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ വർക്ക് ഫ്രം ഹോം ആയിട്ടുള്ളപ്പോൾ ഒരു ഇഷ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സോഷ്യൽ കോണ്ടാക്ട്സ് കുറച്ച് കുറഞ്ഞു. ഇപ്പൊ നമ്മളൊരു ജോലി സ്ഥലത്ത് പോയി അവിടെ കിട്ടുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവിടെ കിട്ടുന്ന ആ ഒരു ഇന്ററാക്ഷൻ, അത് കുറച്ച് ലാക്ക് ആവുന്നുണ്ട് എനിക്ക് പേഴ്സണലി. അല്ലാതെ പിന്നെ കുഴപ്പമില്ല, അല്ലാതെ ഞാൻ ഹാപ്പിയാണ്. പിന്നെ ഇപ്പൊ എന്റെ ജേർണിയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മള് ഹാർഡ് വർക്കിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഹാർഡ് വർക്ക് ചെയ്താൽ തന്നെയാണ് സക്സസ് ഉള്ളൂ. ഹാർഡ് വർക്കിന് ഒരു തരത്തിലുള്ള റീപ്ലേസ്മെന്റും ഇല്ല, ഒരു തരത്തിലുള്ള ഷോർട്ട് കട്ട്സും ഇല്ല. കാരണം ഞാനിപ്പോ ഈ സ്റ്റാൻഡ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് വിത്തിൻ 2 months ആണ് ഞാൻ സെക്കൻഡ് ടൈം പ്രഗ്നന്റ് ആവണത്. അത് നമ്മൾ അൺപ്ലാൻഡ് ആയിരുന്നില്ല, അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പക്ഷെ ആ സമയം ഞാൻ പുതിയൊരു ഇതിലേക്ക് സ്റ്റെപ്പ് വെച്ചിട്ടേ ഉള്ളൂ. ആ ടൈം തന്നെ ഇതും മാനേജ് ചെയ്യണം. പക്ഷെ എന്താ പറയാ, ഓൺലൈൻ ക്ലാസ്സസ് ആയതുകൊണ്ട്, ഞാൻ വർക്ക് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ലാതെ നാട്ടിൽ പോകാൻ പറ്റി. പക്ഷെ ആ സമയത്ത് അവിടെയാണ് ഒരു ടേണിംഗ് പോയിന്റ് വന്നത്. ഞാന് ഈ സ്റ്റാൻഡ് ഔട്ട് തുടങ്ങുന്നതിന് മുമ്പ്, ഈ കോവിഡിന്റെ സമയത്ത്, കോവിഡ് ലോക്ക്ഡൌൺ ആവുന്നതിന് മുമ്പ് 2020 മാർച്ചില് ഞാനൊരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു ഷാർജ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് അസിസ്റ്റന്റ് പോസ്റ്റില്. പക്ഷെ അത് പിന്നെയാണ് ലോക്ക്ഡൌൺ വരുന്നത്. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് റിപ്ലൈ ഒന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ റിപ്ലൈ വരുന്നത് 1 year കഴിഞ്ഞിട്ടാ. എന്റെ ഡെലിവറിയുടെ ടൈമിലാണ് റിപ്ലൈ വരുന്നത്, നിങ്ങൾ സെലക്ടഡ് ആണ്, ജോയിൻ ചെയ്തോളൂ പറഞ്ഞിട്ട്. പക്ഷെ എനിക്ക് അപ്പോഴേക്കും ഇവിടെ ഫ്ലൈറ്റ് എല്ലാം ഓഫായി. ഞാനിപ്പോ കുട്ടീനെ കൊണ്ട് പോവാന്ന് വിചാരിച്ചാൽ തന്നെ വീണ്ടും സെക്കൻഡ് കോവിഡ് ആയിട്ട് 6 months ഫ്ലൈറ്റ് ഒക്കെ ഓഫായി, കട്ടായി. അപ്പോ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ മിസ് ചെയ്തു. പക്ഷെ അത് മിസ് ചെയ്തിട്ട് പിന്നെ എനിക്ക് തോന്നി, ഞാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംരംഭമാണ്, എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് കുറെ പേര് ഇപ്പൊ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ മാക്സിമം ഇതിൽ കൊടുക്കണം. ഇനിയിപ്പോ അത് എന്റെ മെയിൻ കരിയറിന് ഒരു ബ്രേക്ക് എടുത്ത് ഇതിൽ തന്നെ ഞാൻ ഒരു കോൺസെൻട്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു തോട്ടിലാണ്. പിന്നെ ഞാൻ ഓഫ്ലൈൻ ക്ലാസ്സസ് ആയപ്പോ, ഇപ്പൊ ഞാൻ വർക്ക് ചെയ്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഓഫ്ലൈൻ ക്ലാസ്സസ് വീണ്ടും കണ്ടിന്യൂ ചെയ്തപ്പോൾ ഞാൻ റിസൈൻ ചെയ്തു. കാരണം എല്ലാം കൂടി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോഴേക്കും ഇപ്പൊ ഈ സ്റ്റാൻഡ് ഔട്ടിൽ അത്യാവശ്യം ഗുഡ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാനത് റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഞാൻ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഇപ്പോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോ ഈ ഡെലിവറി കഴിഞ്ഞ ആ ഒരു 1 week മാത്രമാണ്, ഹോസ്പിറ്റലിലുള്ള ഒരു 1 week മാത്രം ഞാൻ എന്റെ ക്ലാസ്സസ് ഒന്ന് മുടക്കി വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് മോനെ മടിയിൽ വെച്ചിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. കാരണം അത്രത്തോളം എനിക്ക് ഇപ്പോഴും ആ ഒരു ഇതുണ്ട്. കാരണം നമ്മുടെ ഒരു ഇഷ്യൂസ് കാരണം പാരന്റ്സോ കുട്ടികളോ സഫർ ചെയ്യാൻ പാടില്ല. അതെ, അത് നമ്മൾ 100% നമുക്ക് എപ്പോഴായാലും കൊടുക്കാൻ പറ്റണം. അത് തന്നെ ഞാൻ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതാ ഞാൻ പറഞ്ഞത്, ഹാർഡ് വർക്കിന് ഒരു ഷോർട്ട് കട്ട് ഇല്ല. ഹാർഡ് വർക്ക് എവിടെ ഉണ്ടോ അങ്ങനെ തന്നെ നമുക്ക് സക്സസ് ഉള്ളൂ. നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിൽ നമ്മുടെ 100% കൊടുക്കാൻ നമ്മൾ വില്ലിങ് ആവണം. നമുക്കും ചലഞ്ചസ് വരാറുണ്ട്. ഞാൻ തീരെ ഡൗൺ ആയി പോയ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. കാരണം നമ്മൾ കുറെ പഠിപ്പിച്ചിട്ടും ആ കുട്ടിക്ക് ഇപ്പൊ ആ റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ അവരെക്കാളും വീക്കാവുക ഞാനാണ്. അതെ, ഇപ്പോഴാണ് ഞാൻ ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് വന്നത്. സ്റ്റാർട്ടിങ്ങിലൊക്കെ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാന് ഐ കീപ് ഓൺ ആസ്കിങ് മൈ സെൽഫ്, എവിടെയാണ് എനിക്ക് കുഴപ്പം വന്നത്? ഇസ് ഇറ്റ് മൈ ഫോൾട്ട്? ഏത് പോയിന്റിലാണ് ഞാൻ കറക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് എനിക്ക് റോങ് ആയെന്ന് ഞാൻ എപ്പോഴും ഐ കീപ് ഓൺ ചെക്കിങ്. എന്നിട്ട് ഞാൻ ഇപ്പോ 2 exam എടുക്കുന്നത് ഞാൻ 4 exam ആക്കും. കണ്ടിന്യൂസ്ലി ഞാൻ അസസ്മെന്റ് കൊടുക്കും. അങ്ങനെ എപ്പോഴും നമ്മൾ ട്രൈ ചെയ്യുമായിരുന്നു. അത് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ പാരന്റ്സിന്റെ അടുത്ത് നിന്നായാലും ഞാൻ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യും. അവർ ഓരോ ഫീഡ്ബാക്കും ഞാൻ അതിനനുസരിച്ച് വാല്യൂ ചെയ്ത് റിപ്ലൈ കൊടുക്കും. ഇപ്പൊ സൺഡേസ് ആയാലും നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പൊ വെക്കേഷന് പോകുമ്പോഴായാലും പാരന്റ്സിന്റെ ഒരു കോളില് നമ്മൾ അവിടെ അപ്പുറത്ത് വേണ്ടി വരും. അതെ, അവൈലബിൾ ആയിരിക്കണം.
അപ്പോ അങ്ങനെയൊക്കെയുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. പക്ഷെ എനിക്ക് തോന്നുന്നു ഇതില് നമ്മൾ 100% ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതൊന്നും നമുക്ക് ഇഷ്യൂ ആവില്ല. നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്യും. അത് നമ്മുടെ ഒരു ലൈഫിന്റെ ഒരു പാർട്ടായിട്ട് മാറും. അങ്ങനെ ഇപ്പോ സ്റ്റാൻഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ പ്രയോറിറ്റി ആണ്. എന്റെ മക്കളുടെ കാര്യം പോലെ അല്ലെങ്കിൽ എന്റെ ഫാമിലിയുടെ കാര്യം പോലെ തന്നെ എനിക്ക് ഇമ്പോർട്ടന്റ് ആണ് അതും. അപ്പൊ അത് മാറ്റി വെച്ചിട്ട് ഇത് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്കില്ല. അപ്പൊ അതിനും കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ എന്തോ കുട്ടിയെ പോലെയാണ്. എക്സാക്ട്ലി അങ്ങനെയാണ്. ഈ ഒരു ഓന്റർപ്രണർ ജേർണി കൊണ്ട് അഞ്ജലിക്കുണ്ടായ മാറ്റങ്ങൾ എന്ന് നോക്കിക്കാണുന്ന വല്ല കാര്യങ്ങളുണ്ടോ? മുൻപ് ഞാൻ ഇങ്ങനെയായിരുന്നു, പക്ഷെ ഈ ജേർണി, ഇതിന്റെ സ്ട്രഗിൾ, ഇതിന്റെ ഹാർഡ് വർക്ക് കൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കുറെ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായി എന്ന് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഒരുപാടുണ്ട്. കാരണം എന്റെ കോൺഫിഡൻസ് ലെവല്, മുമ്പ് എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുമ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ അടിച്ച് BP ലോ ആയി എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഇപ്പൊ എന്ത് വേണേ വന്നോട്ടെ, ഐ വിൽ ഫേസ് ഇറ്റ് എന്ന ഒരു ഗട്ട്സ് വന്നത്. അതെ, എന്തെങ്കിലും പ്രശ്നം ഇല്ലാതിരിക്കുമ്പോഴാവും എനിക്ക് ഡൗട്ട് വരിക, ഇങ്ങനെയാണോ നോർമൽ എന്ന് തോന്നുന്നത്. അതെ, അങ്ങനെ ആ ഒരു കോൺഫിഡൻസ് വന്നത്. അതുപോലെ ഒരു റേഷണൽ തിങ്കിങ് ചെയ്തിട്ട് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നത്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം, കട്ട് റേറ്റ് ആയിട്ട് നോ പറയേണ്ടടുത്ത് നോ പറയാനുള്ള ഒരു കറേജ് വന്നത്. അതൊക്കെ ഈ ഒരു ഓന്റർപ്രണർ ജേർണിയിൽ വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഒരിക്കലും, കാരണം നമ്മളിപ്പോ ഒരു ലീഡർഷിപ്പ് പൊസിഷനിൽ ഇരിക്കുമ്പോൾ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും കുറച്ച് കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ പറയണം. എന്നാൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു അതെ ഡിപ്ലോമാറ്റിക് ആവേണ്ടി വരും. അതെ. അപ്പോ ആ ഒരു എബിലിറ്റീസ് ഒക്കെ എനിക്ക് ഈ ഒരു ഓന്റർപ്രണർഷിപ്പ് കാരണം വന്നത് തന്നെയാണ്. ഇപ്പൊ വെറും ഒരു ടീച്ചിങ് മാത്രമായിട്ട് പോവാണ്, അല്ലെങ്കിൽ ലാബിൽ മാത്രമായിട്ട് പോവാണെങ്കിൽ ചിലപ്പോൾ ഇതൊന്നും വരില്ലായിരിക്കും. അങ്ങനെ എന്റെ ഉള്ളിൽ ആ ഒരു കഴിവുകളെല്ലാം പുറത്തേക്ക് വന്നത് ആക്ച്വലി ഒരു സ്റ്റാൻഡ് ഔട്ടിന്റെ ഒരു ജേർണി വഴി തന്നെയാണ്. ഉപകാരമായി എന്ന് പറഞ്ഞ അതെ. ഇനി എങ്ങനെയാണ് ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിഞ്ഞുള്ള അഞ്ജലി തെക്കേപ്പാട്ട് എന്തായിരിക്കും എന്നാണ് ഒരു എൻവിഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നത്? ഇന്നതൊക്കെ നേടിയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനൊരു മൈൽ സ്റ്റോൺ നേടണം, ഇത്ര സ്റ്റുഡൻസ് അല്ലെങ്കിൽ ഇത്ര സ്റ്റാഫ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ള ഒരു ഗോൾ സെറ്റിംഗ് നടത്തിയിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. എനിക്ക് ഇപ്പോ അഡ്മിൻ സെക്ഷൻ മെയിൻലി ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോ എനിക്ക് അതൊന്ന് സ്ട്രോങ് ആക്കണം. അല്ലെങ്കിലും ഇപ്പോ ഞാനില്ലെങ്കിലും ഇപ്പൊ എന്റെ ആബ്സെൻസിൽ എല്ലാം നന്നായി പോകുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് സെറ്റപ്പിലാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അതിൽ കുറച്ച് ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് അവരെ ട്രെയിൻ ചെയ്ത് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ, എന്റെ വലിയൊരു പാഷൻ, ഒരു PhD എന്നുള്ളൊരു പാഷൻ ഉണ്ട് എനിക്ക്. അപ്പോ അത് പെർസ്യൂ ചെയ്യാന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി എനിക്ക് ഫൗണ്ടർ ഓഫ് സ്റ്റാൻഡ് ഔട്ട് ട്യൂട്ടേഴ്സ് നന്നായി പോകുന്നതോട് കൂടി ഒപ്പം എന്റെ കരിയറിൽ എനിക്ക് ആ ഒരു മൈൽ പോയിന്റ് കൂടി വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പോ ഇപ്പോ ഞാനില്ലെങ്കിലും അതാ ഞാൻ പറഞ്ഞു, ഒരു ആപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ഫുൾ പ്രൊഫഷണൽ ആയിട്ട് ഒരു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ സെറ്റപ്പില് സ്റ്റാൻഡ് ഔട്ടിൽ ഉയർത്തണം എന്നൊരാഗ്രഹമുണ്ട്. പിന്നെ നാട്ടിലും കൂടുതൽ സ്റ്റുഡൻസിനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് നാട്ടിലും ഇതേപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആവണം, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഞാനൊരു 10 years കഴിയുമ്പോൾ ഒരു ഡോക്ടർ അഞ്ജലി തെക്കേപ്പാട്ടായി എന്നെ കാണണം. പ്ലസ് സ്റ്റാൻഡ് ഔട്ടിൽ ഒരു അറ്റ് എ ടൈം ഒരു 2000 സ്റ്റുഡൻസ് ഉണ്ടാവണം. അങ്ങനെ ആഗ്രഹങ്ങളാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നതെന്ന് തന്നെ വേണം പറയാം. നമുക്കൊന്നും ആഗ്രഹിക്കാനില്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ സ്റ്റാഗ്നന്റ് ആയിട്ട് ഇരിക്കുകയായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. വലിയ ഗോളാണെങ്കിൽ പോലും നമ്മൾ ആകാശത്തോളം ആഗ്രഹിച്ചാലേ ചെറിയ ആഗ്രഹങ്ങളിൽ നടക്കുള്ളൂ എന്ന് പറയുന്നത്. അതുപോലെ ആഗ്രഹിക്കാൻ ഒരു എന്നുള്ളതാണ്. ഇപ്പോ ഈ ഒരു പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരോട് എന്താണ് അഞ്ജലിക്ക് അവസാനമായിട്ട് പറയാനുള്ളത്? ഈ ഒരു എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരുപാട് സംരംഭം ആരംഭിക്കണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. അവരോടൊക്കെ എന്തെങ്കിലും ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ അതെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്, ഇപ്പൊ ഞാൻ സ്റ്റാൻഡ് ഔട്ട് സ്റ്റാർട്ട് ചെയ്തത് ഈ വേൾഡ് തന്നെ ഇനി എന്ത് ചെയ്യും നെക്സ്റ്റ് എന്ന് അറിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന അതെ
കോവിഡ് സമയത്ത് എന്ന് പറയുമ്പോൾ അതെ. എന്താണ് ഫ്യൂച്ചർ എന്ന് പോലും ആർക്കും ഉറപ്പില്ലാത്ത ഒരു സമയം. അതെ 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 അതെ. ഇനി നമ്മൾ ജീവിക്കുമോ ഇനി ഉണ്ടാവുമോ എന്നുള്ള ഉറപ്പില്ലാത്തൊരു സമയത്ത് അങ്ങനെ ഒരു അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടൊരു സിറ്റുവേഷൻസിനെ നമുക്കൊരു സക്സസ്ഫുൾ സിറ്റുവേഷൻ ആക്കി മാറ്റാൻ പറ്റി. അപ്പോ അങ്ങനെ എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അതിന് വർക്ക് ചെയ്യാം. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ 100% നമ്മൾ നമ്മുടെ എഫേർട്ട് ഇടണം. അതിലൊരു കോംപ്രമൈസ് നമ്മൾ മാക്സിമം നമ്മൾ വർക്ക് ചെയ്യാം. ഒരു കോംപ്രമൈസ് ഇല്ലാതെ തന്നെ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാം. അപ്പൊ തന്നെ നമുക്ക് റിസൾട്ട് വരും. പിന്നെ അത് എന്തായാലും അത് ഒരിക്കലും പാഴായി പോവില്ല. അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും. അത് തന്നെയാണ് പറയാനുള്ളത്. എന്തായാലും ഒരു കൂട്ടക്ഷരങ്ങൾ ടോക്സിന്റെ ആദ്യത്തെ അതിഥിയായി എത്തുകയും ഇത്രയധികം കാര്യങ്ങൾ നമ്മളോടൊക്കെ വിശദീകരിക്കുകയും ചെയ്തതിന് വളരെയധികം നന്ദി അഞ്ജലി. ഡോക്ടർ അഞ്ജലി തെക്കേപ്പാട്ടായിട്ട് പിന്നീട് ഒരിക്കൽ നമുക്ക് അതിഥിയായി എത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സ്റ്റാൻഡ് ഔട്ട് ട്യൂട്ടേഴ്സിന് എല്ലാവിധ ആശംസകളും നേരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ആർക്കെങ്കിലും ട്യൂട്ടറായിട്ട് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന ഇമെയിൽ ഐഡിയിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് യോഗ്യതയും അവർക്ക് അവിടെ അവസരവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉപയോഗപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു അതിഥിയുമായിട്ട് വീണ്ടും കൂട്ടക്ഷരങ്ങൾ ടോക്സിൽ കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം. Thank you so much, Pavitra, for giving this wonderful opportunity. എനിക്കും കുറെ കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റി. വളരെ വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച്. Thank you.